വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 9. അക്കാലത്ത് യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു, ഞങ്ങളും ഫരിസേയരും ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? യേശു അവരോട് പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറ തോഴർക്ക് ദുഃഖമാചരിക്കാൻ കഴിയുമോ? മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസം വരും, അപ്പോൾ അവർ ഉപവസിക്കും. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ഉപവാസത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. ദൈവമക്കളായ നമ്മൾ പരിശുദ്ധമായ ഈ തപസ്സുകാലം പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് തിരികെ വരുവാൻ നമുക്ക് ക്ഷണം നൽകുന്നുണ്ട്. എന്നാൽ അർത്ഥശൂന്യമായ ഉപവാസാനുഷ്ഠാനം ദൈവതിരുസന്നിധിയിൽ എത്തില്ല എന്നും അത് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ സഹായകമാകില്ല എന്നും ഇന്നത്തെ ആദ്യ വായന ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവിടെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം. ഞങ്ങൾ എന്തിനു ഉപവസിച്ചു? അങ്ങ് കാണുന്നില്ലല്ലോ. ഞങ്ങൾ എന്തിന് ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി? അങ്ങ് അത് ശ്രദ്ധിക്കുന്നില്ലല്ലോ. എന്നാൽ ഉപവസിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം സുഖമാണ് തേടുന്നത്. നിങ്ങളുടെ വേലക്കാരെ നിങ്ങൾ പീഡിപ്പിക്കുന്നു. കലഹിക്കുന്നതിനും ശണ്ട കൂടുന്നതിനും ക്രൂരമായി മുഷ്ടി കൊണ്ടിടിക്കുന്നതിനും മാത്രമാണ് നിങ്ങൾ ഉപവസിക്കുന്നത്. നിങ്ങളുടെ സ്വരം ഉന്നതങ്ങളിലെത്താൻ ഇത്തരം ഉപദേശം ഉപകാരപ്രദമാവുകയില്ല. ഇത്തരം ഉപവാസത്തെയാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്ന ഉപവാസം നാം അനുഷ്ഠിക്കുന്ന ഉപവാസമാണോ എന്ന് ആത്മപരിശോധന ചെയ്യുവാനാണ് ഇന്നത്തെ ആദ്യ വായന നമ്മെ പഠിപ്പിക്കുക. സത്യത്തിൽ നമ്മുടെ ഉപവാസത്തിന് ഒരു ലക്ഷ്യമുണ്ടാകണം. അതൊരു വീണ്ടെടുപ്പിൻ്റെ കൃപയാണ്. നമ്മുടെയും സഹോദരൻ്റെയും വീണ്ടെടുപ്പാണ് ഈ ഉപവാസത്തിൻ്റെ ലക്ഷ്യം. ഫരിസേയർ ഈശോയുടെ അടുക്കൽ വന്ന് പറയുന്നത്, യോഹന്നാൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നു, ഞങ്ങളുടെ ശിഷ്യന്മാർ ഉപവസിക്കുന്നു, എന്നാൽ അങ്ങയുടെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ലല്ലോ. ക്രിസ്തു നൽകുന്ന മറുപടി ശ്രദ്ധായകമാണ്. മണവാളൻ കൂടെ ഉള്ളപ്പോൾ മണവറ തോഴർക്ക് ഉപവസിക്കുവാൻ കഴിയുമോ? മണവാളൻ അവരിൽ നിന്ന് എടുക്കപ്പെടുന്ന ദിവസം വരും, അപ്പോൾ അവർ ഉപവസിക്കും. നമ്മുടെ വ്യക്തിജീവിതത്തിലേക്ക് നമ്മൾ തിരിയുമ്പോഴും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തണലിൽ വിശ്വസ്തയോടുകൂടി അവൻ്റെ തിരുവിഷ്ടം നിറവേറ്റി ജീവിച്ച ഓരോ നിമിഷവും മണവാളൻ കൂടെയുള്ള നിമിഷങ്ങളായിരുന്നു. അവിടെ ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും സ്വരങ്ങളായിരുന്നു. ജീവിതത്തിൽ വലിയ പ്രത്യാശയും പ്രതീക്ഷയും ഉണ്ടായിരുന്നു. എന്നാൽ എപ്പോഴൊക്കെയാണോ നമ്മൾ പാപത്തിൻ്റെ നീരാളിക്കുടുക്കിൽ വീണുപോയത്, അവിടെയാണ് നമുക്ക് ദൈവവുമായുള്ള സ്നേഹബന്ധം നഷ്ടപ്പെട്ടതും നമ്മുടെ ആനന്ദവും ആശ്വാസവും നഷ്ടപ്പെട്ടു പോയതും. അത് വീണ്ടെടുക്കുവാനുള്ള കൃപയാണ് ഈ ഉപവാസത്തിലൂടെ ഈ കാലഘട്ടം നമുക്ക് നൽകുക. നിനക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം ക്രിസ്തുവിൻ്റെ കൃപയുടെ സന്നദ്ധയിൽ വീണ്ടെടുക്കാനാകും. ആ വീണ്ടെടുക്കുന്നതിന് ഒരു ചെറിയൊരു പരിത്യാഗം ആവശ്യമാണ്. ആ ആവശ്യപ്പെടുന്ന പരിത്യാഗത്തിൻ്റെ പിന്നിൽ വലിയ ദൈവത്തിൻ്റെ മനസ്സും കൃപയുമുണ്ട്. സങ്കീർത്തൻ പറയുന്നുണ്ട്, ഉരുകിയ മനസ്സ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. അതെ, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഉരുകിയ മനസ്സോടെ, വിലാപത്തോടെ, കണ്ണുനീരോടെ നിലകൊള്ളുവാനും അങ്ങനെ അവൻ്റെ സ്നേഹത്തിന് പാത്രീഭൂതരാകാനും നമ്മൾ പരിശ്രമിക്കണം. ഒപ്പം നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ഉപവാസം അനേകരുടെ രക്ഷയ്ക്ക് ഉപകാരപ്രദമാകണം. നമുക്കറിയാം, നമ്മുടെ നാട് വലിയ തിന്മയിലേക്ക്, പാപത്തിൻ്റെ അന്ധകാരത്തിലേക്ക്, ഈ ലോകത്തിൻ്റെ ജഡിക സുഖങ്ങളിലേക്ക്, ലഹരിയിലേക്ക്, കൊലപാതകങ്ങളിലേക്ക്, മാരകമായ തിന്മയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. നമ്മുടെ കണ്ണുനീരിൻ്റെ നനവുള്ള പ്രാർത്ഥന ഒരുപക്ഷെ ഈ കാലഘട്ടത്തെ വിശദീകരിക്കാൻ കാരണമായേക്കാം. നമ്മുടെ യുവജന മക്കൾ, പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥിനികൾ മാതാപിതാക്കളിൽ നിന്നകന്ന്, സമൂഹത്തിൽ നിന്നകന്ന്, സഭയിൽ നിന്നകന്ന് അവർക്കിഷ്ടമുള്ള ജീവിത വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവരെത്തിച്ചേരുന്ന ഇടങ്ങൾ ഭയാനകവും വേദനാജനകവും വലിയ നഷ്ടങ്ങൾ നൽകുന്നതുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ആകയാൽ നമുക്ക് ഹൃദയം നൊന്ത് ഈ കാലഘട്ടത്തിൽ നമുക്ക് അവരിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിലൂടെ അനേകരുടെ ജീവിതം വീണ്ടെടുക്കപ്പെടുക തന്നെ ചെയ്യും. ഈ തപസ്സുകാലത്ത് നാം അനുഷ്ഠിക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളും ഈ കാലഘട്ടത്തിൽ നമ്മെ വ്യാപിച്ചിരിക്കുന്ന അന്ധകാരത്തിൻ്റെ ശക്തിയിൽ നിന്ന് നമ്മെ, നമ്മുടെ സമൂഹത്തെ, സഭയെ, ദേശത്തെ, നമ്മുടെ യുവജന മക്കളെ വീണ്ടെടുക്കുവാൻ വേണ്ടി സമർപ്പിക്കാം. പ്രത്യേകിച്ച് ലഹരിയുടെ ദുരന്തത്തിൽ പെട്ടുപോയ നമ്മുടെ പുതിയ തലമുറയെ കർത്താവിൻ്റെ കരുണയിൽ സമർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധമായ കാലഘട്ടം അവരെ വീണ്ടെടുക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യാൻ നമ്മുടെ പ്രാർത്ഥന കാരണമാകട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.